AK അജീഷ് നമുക്കൊപ്പമുണ്ട്. യൂണിവേഴ്സിറ്റി ഡ്രൈവർ ഓഫീസേഴ്സ് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡറാണ്. AK അജീഷ്, യൂണിവേഴ്സിറ്റിയിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ട് എത്ര കാലമായി, എത്ര കാലാവധിയുണ്ട് ഈ റാങ്ക് ലിസ്റ്റിന്? എത്ര നിയമനം നടന്നു? എത്ര വേക്കൻസികൾ ഇനിയുണ്ട്? താൽക്കാലിക ജീവനക്കാരുണ്ടോ? നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസമാകാൻ പോവുകയാണ്. PSC ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു പോസ്റ്റാണ്. ഡ്രൈവർ കം OA എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വിളിക്കുന്ന പ്രത്യേക പോസ്റ്റാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിലവിൽ വന്നിട്ട് ഏകദേശം 6 മാസമായെങ്കിലും പല യൂണിവേഴ്സിറ്റികളും കറക്റ്റായിട്ട് ഉള്ള ഒരു വേക്കൻസി റിപ്പോർട്ടിങ് നടത്തുന്നില്ല. നമുക്ക് വിവരാവകാശ പ്രകാരം നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ അനുസരിച്ചിട്ട് ഏകദേശം 135ഓളം വേക്കൻസികൾ ആൾറെഡി ഉണ്ടെങ്കിൽ പോലും ഇപ്പം നിലവിൽ 39 വേക്കൻസി മാത്രമാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. ബാക്കിയുള്ള വേക്കൻസികളിൽ അവൾ കറക്റ്റായിട്ടുള്ള റിപ്ലൈയോ റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികളോ വേക്കൻസികളിൽ താൽക്കാലിക ജീവനക്കാർ ഒരുപക്ഷെ അവിടെ സേവനം നടത്തുന്നുണ്ടാവാം അല്ലേ? തീർച്ചയായും എല്ലാ യൂണിവേഴ്സിറ്റികളിലും താൽക്കാലികക്കാരാണ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100ഓളം വേക്കൻസികൾ 39 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും 14ഓളം സർവകലാശാലകളിൽ മൊത്തം 39 ഓഫീസ് അസിസ്റ്റന്റുമാരുടെ വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. മാത്രവുമല്ല 130ഓളം വേക്കൻസികൾ ഇവിടെ ഉണ്ട് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട മറ്റൊരു മേഖലയാണ്. വിഷ്ണു ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഏതിൽ റാങ്ക് ലിസ്റ്റാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? എന്താണ് ലിസ്റ്റിൻ്റെ അവസ്ഥ? ഞാൻ നിലവിലെ 7ഓളം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ്. ആദ്യം തന്നെ റിപ്പോർട്ടർക്ക് ഒരു നന്ദി ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം ഒരു പരിപാടി നിങ്ങൾക്ക് നിയമനം കിട്ടുന്നതുവരെ നമ്മൾ ഈ വാർത്തയുമായി മുന്നോട്ട് പോകും. TV പ്രസാദും VS രഞ്ജിത്തും അടക്കമുള്ള നമ്മളുടെ വാർത്താ സംഘം നിങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് നിയമനം കിട്ടിയതിന് ശേഷമേ നമ്മൾ ആ നന്ദി സ്വീകരിക്കൂ. വിഷ്ണു പറഞ്ഞോളൂ. വിഷ്ണു, എന്താണ് അവസ്ഥ ഇപ്പോൾ ലിസ്റ്റിൽ? ഞാൻ ആദ്യമായി ഉൾപ്പെട്ട എനിക്ക് 7 കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അതിൽ ആദ്യമായി പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എല്ലാ ജില്ലകളിലും 14 ജില്ലകളിൽ 2 കൊല്ലമായി നിലവിലുള്ള ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥയാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിലുള്ള OA പോസ്റ്റുകൾ അബോളിഷ്മെൻറ്റ് ചെയ്തു. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലെ OA പോസ്റ്റ് അബോളിഷ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിലെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഒഴിവ് വന്നാൽ അത് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് തീരുമാനം. LST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മളങ്ങോട്ട് ചെന്ന് ഓരോ കാര്യങ്ങൾ RTI മുഖേനയും അവരോട് ചോദിക്കുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഡയറക്ടറേറ്റ് വിസിറ്റും മാസത്തിൽ 3 തവണ ഹെഡ് ക്വാർട്ടേഴ്സ് വിസിറ്റും നടത്തുന്ന ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾക്ക് അവരിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്ന് വരെ ഞങ്ങൾക്ക് അപമാനപരമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഒന്ന് LST ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് നിലവിലെ LGSൻ്റെ ലിസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് തന്നെ ഉള്ള ലയച്ചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ സമരം കേരള സമൂഹം LGSൽ കണ്ടതായിരിക്കും. ആ സമരത്തിൻ്റെയും വെളിച്ചത്തിലൊന്നും ഇന്നത്തെയോ അന്നത്തെയോ സർക്കാർ പാഠം പഠിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും വയ്യ തിരുവനന്തപുരം വന്ന് സമരം ചെയ്യുവാനും അവിടെ കിടന്ന് ഒരു അധികാര കേന്ദ്രങ്ങളും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുവാനും. നിലവിലെ LGSന്റെ റാങ്ക് ലിസ്റ്റിലുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓരോന്ന് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്. മിഥുൻ, ഈ 220ഓളം വേക്കൻസികൾ ഇനി ബാക്കി നിൽക്കുന്നു. അതിൽ 100ഓ 200ഓ 150ഓ എണ്ണമെങ്കിലും നടത്തിയാൽ മിഥുൻ അടക്കമുള്ളവർക്ക് നിയമനം കിട്ടുമല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഞാൻ KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലെ ഷോർട്ട് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ പ്രതിനിധിയാണ്. ഈ ഷോർട്ട് ലിസ്റ്റ് ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ലിസ്റ്റിൽ വളരെ ചെറിയ ആളുകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചത്. അതായത് 383 പേരടങ്ങുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കുറയാൻ കാരണം PSCയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വെറും 6 NJD ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. NJD ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ 2016 ഉള്ള റാങ്ക് ലിസ്റ്റിലെ അതായത് അവസാനത്തെ അഡ്വൈസും കഴിഞ്ഞ് അവസാനത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത ആളുടെ 6 ഒഴിവ്, അതായത് അതിനുശേഷമുള്ള ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിൽ ഇപ്പോൾ 227 ഒഴിവുകളുണ്ട്.
എന്നറിയാച്ചു. കൂടാതെ വരുന്ന 3 വർഷം എന്ന് പറയാൻ കാരണം ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ നമ്മളൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന ഒഴിവുകൾ, അതായത് 3 വർഷത്തേക്ക് ഉള്ള ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി കൂടെ കണ്ടുവേണം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് 450ഓളം റിട്ടയർമെൻറ്റ്, അതായത് പ്രൊമോഷൻ അടക്കം റിട്ടയർമെൻറ്റ് കൂടെ വരും. ഏകദേശം 700-ലധികം AE വേക്കൻസി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചുരുക്കപ്പട്ടികയിൽ വെറും 383 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മനസ്സിലാക്കുന്നു. KSEBയുടെ വിഷയത്തിൽ ഇതാണ് വിഷയം. ദീപുട്ടി ധരൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിഥുൻ പറഞ്ഞതുപോലെ, റാങ്ക് ലിസ്റ്റിൽ ഇനിയും കൂടുതൽ വേക്കൻസികൾ വരേണ്ടതുണ്ട്. ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പലയിടങ്ങളിലും താൽക്കാലിക ജീവനക്കാർ AK ജേഷ് പറയുന്നത് പോലെ തുടരുന്നു എന്നുള്ളതാണ്.